സ്വർഗത്തിലേക്ക് വരുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ശബാബുൻ മുർദുൻ. മുർദെന്ന് പറഞ്ഞാൽ താടിയോ മീശയോ ഇല്ലാത്തവരാണ്. ആ ഒരു ടീനേജിന്റെ സമയം, മീശക്കനെ മുളച്ചു വരുന്ന പ്രായം, അതിനാണ് മുർദ്, അമ്രത് എന്നൊക്കെ പറയാം. ആ സമയം അതുപോലെ പറഞ്ഞ ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ താടിയും മുടിയും ചീകയും ഒക്കെ ആവശ്യം ഉണ്ടാവില്ല. അവിടെ അതൊന്നും ഉണ്ടാവില്ല എന്ന സ്വർഗലോകത്ത് അങ്ങനെയാണെന്നാണ്. ശബാബുൻ യുവാക്കളാണ്. കുഹ്ലുൻ കണ്ണിൽ സുർമ എഴുതിയതുപോലെയാണ്. ലാ തബ്ലാ സിയാബുഹും അവർ ധരിക്കുന്ന വസ്ത്രം ഒരിക്കലും പിഞ്ഞിപ്പോവുകയില്ല, നുരുമ്പിപ്പോവുകയില്ല. വലാ യഫ്നാ ശബാബുഹും അവരുടെ യൗവനവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വയസ്സ് കൂടൂല സ്വർഗത്തിൽ. ഇങ്ങനെയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തജാബു ദഅവയായ ദുആഇന് ഉത്തരം കിട്ടുമായിരുന്ന സ്വഹാബി, ഹബീബിന്റെ കൂടെ വന്ന സഅദ് റളിയല്ലാഹു അൻഹു. നമ്മുടെ സഅദ് എന്നവരുടെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും 50, 60, 70 ഒക്കെ വയസ്സുള്ള വലിയ പ്രായമുള്ള ആളായിരിക്കുമെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ 17 സന, 17 വയസ്സാണ് പ്രായം. 17 വയസ്സുകാരനാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയ സ്വഹാബിമാരിൽ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗല അബൂ ഹുദൈഫ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ 20-ൽ താഴെ പ്രായമുള്ളവരായിരുന്നു. ഇസ്തഖ്റഉൽ ഖുർആന മിൻ 4, 4 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ചോദിച്ചു പഠിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ പണ്ഡിതന്മാരായിരുന്ന 4 സ്വഹാബിമാരിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കഴിച്ചാൽ ബാക്കി 3 പേരും യുവാക്കളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, സാലിം മൗല അബീ ഹുദൈഫ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന സ്വഹാബികളിൽ ബഹുഭൂരിഭാഗം ചെറുപ്പമല്ലയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ സിദ്ദീഖ് തങ്ങളുടെ വയസ്സ് എത്രയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ മഹാനവറുകൾക്ക് 37 വയസ്സാണ് പ്രായം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് 37 വയസ്സ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ ദീനിലേക്ക് കയറുമ്പോൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ 50ാമത്തെ മെമ്പർഷിപ്പുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ മഹാനവർക്ക് പ്രായം 27 ആമ, 27 വയസ്സായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു. യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് ഇവരൊക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര്, ബിലാൽ ഇബ്നു റബാഹ് എന്നവര്, മുസ്അബ് ഇബ്നു ഉമൈർ എന്നവര്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവര്, സഈദ് ഇബ്നു സൈദ് എന്നവർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവര്, സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ എല്ലാവരും യുവാക്കളായിരുന്നവല്ലോ. യൗവനം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു. പിന്നെ കൊയ്തെടുത്തത് സ്വർണ്ണമാണ്, കൊയ്തെടുത്തത് സ്വർഗമാണ്, കൊയ്തെടുത്തത് നന്മയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറയുമായിരുന്നത്, മനുഷ്യരെ, യുവാക്കളെ, നിങ്ങൾ ഓർക്കണമേ, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 അവസ്ഥകളിൽ നിന്ന് മറ്റൊരു 5 അവസ്ഥകളിലേക്ക് നമ്മൾ മാറിപ്പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് 5 അവസ്ഥകൾ നിങ്ങൾ മുതലെടുക്കണം. ഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നുണ്ട്, ജീവിതം നിങ്ങൾ മുതലെടുക്കണം. വസുഹ്ഹതക ഖബ്ല സഖമിക്, ആരോഗ്യമുണ്ട് ഇപ്പോ, എന്നാൽ ഇനി രോഗം വരും, അതുകൊണ്ട് ആരോഗ്യമുള്ള സമയം നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കണം. വഫറാഗക ഖബ്ല ശുഗ്ലിക, തിരക്ക് പിടിച്ച സമയം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വെക്കേഷനുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. ഒഴിവ് സമയം, ലീവുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. വശബാബക ഖബ്ല ഹറമിക, പ്രായാധിക്യം വരാൻ പോകുന്നുണ്ട്, യൗവനം അല്ലാഹുവിന് കൊടുക്കണം. വഗിനാക ഖബ്ല ഫഖരിക, പൈസയെല്ലാം കയ്യിൽ നിന്ന് തീർന്നുപോയി, ദാരിദ്ര്യം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ ഇമാമുന ശാഫിഈ തങ്ങൾ, ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിൽ ജനിച്ച മഹാനവറുകൾ. നമ്മുടെ പത്രക്കാരൊക്കെ ഗാസ എന്ന് എഴുതൂലേ? ഗാസ മുനമ്പ്, ഗാസ, ശരിക്കത് ഗസയാണ്, ഫലസ്തീനിലെ ഗസ.
അവിടെയാണ് നമ്മുടെ ഇമാമവറുകൾ ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നു. ഉലമാഇനോട് വലിയ ഇഷ്ടമായിരുന്നു, ഇൽമിനോട് ഇഷ്ടമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് പലകകൾ കൊടുത്തയച്ചത് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടി. 7 വയസ്സായപ്പോഴേക്കും വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 10 വയസ്സായപ്പോഴേക്കും പരിശുദ്ധമായ മുവത്ത എന്ന ഹദീസിന്റെ ഗ്രന്ഥം ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ലോകത്താദ്യമായി ക്രോഡീകരിച്ച ഹദീസും ഫിഖ്ഹും അടങ്ങിയ മുവത്ത മനഃപ്പാഠമാക്കുകയും 12 വയസ്സായപ്പോൾ ഫത്വ കൊടുക്കാനുള്ള യോഗ്യത നേടുകയും ചെയ്ത മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 12ാമത്തെ വയസ്സിലാണ് ഫത്വ കൊടുക്കാനുള്ള മഹത്വം കൈവരിക്കുന്നത്. 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയം നമ്മൾ പറയാം അല്ലെ, +2ലേക്കൊക്കെ കയറുന്ന സമയം ഫത്വ കൊടുക്കുകയാണ്. ആലിമീങ്ങൾ അവരെ വന്നാണ് കണ്ടുപഠിച്ചത്, ആലിമീങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളിൽ ആലിമീങ്ങളും ഹാഫിദീങ്ങളും പണ്ഡിതന്മാരും ഉണ്ടാവണമെന്ന് കൊതിയൂറുന്നത് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോഴാണ്, അവരെ വളർത്തിയ ഉമ്മമാരെ നോക്കുമ്പോഴാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് 10 വയസ്സായപ്പോൾ മഹാനവറുകളോട് പറഞ്ഞത്, യാ അഹ്മദ് അഹ്മദേ സാഫിർ ഫീ തലബിൽ ഇൽമ്, ഇൽമു പഠിക്കാൻ വേണ്ടി മോനിനി യാത്ര പോകണം, ഇനി ഒറ്റയ്ക്ക് യാത്ര പോകണം, ഇൽമു പഠിച്ചിട്ട് വാ. 10 വയസ്സായപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, നമ്മൾ 10 വയസ്സുള്ള കുട്ടിയെ ഒറ്റയ്ക്ക് പെരിങ്ങത്തൂരിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ പറഞ്ഞയക്കോ? അന്നത്തെ കാലം എങ്ങനെയാണ്? അപകടം പതിഞ്ഞിരിക്കുന്ന കാലം. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ പ്രഗത്ഭനായ പണ്ഡിതനായി വളർന്നു വരുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളും അങ്ങനെയാണ്, പഠിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികൾ വാട്സപ്പ് കളിക്കുകയാണ്, മൊബൈൽ കളിച്ചിരിക്കുകയാണ്. ടീച്ചറെ കണ്ണു തെറ്റിയ മൊബൈൽ എടുത്തു, മെസ്സേജ് അയച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ്. ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർച്ചയായും നമ്മുടെ മക്കൾ മുമ്പിലെത്തേണ്ടവരാണ്, അവരാണ് മുൻപന്തിയിലെത്തേണ്ടത്. എത്രയോ സ്ഥലങ്ങൾ അതിന്റെ മാതൃകകളാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാമ ഇബ്നു ജരീർ തുബരി തങ്ങൾ സ്വന്തം ശിഷ്യന്മാരോട് ചോദിച്ചു, നമുക്ക് ലോക ചരിത്രം എഴുതി വെച്ചാൽ എന്താണ്? നിങ്ങൾ റെഡിയാണോ ലോക ചരിത്രം എഴുതാൻ? നമ്മുടെ പന്തലിലേക്കൊന്ന് കയറിയിരിക്കുക. ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് മഴ കൊള്ളാണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് സഹോദരിമാരൊക്കെ ഇന്ന് പന്തലിലേക്ക് മാറിയിരിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ اللهم على الآكام والجبال ومنابت الشجر. എന്റെ കൂടെ ചൊല്ലിക്കോളൂ, اللهم حوالينا ولا علينا اللهم على الآكام والجبال ومنابت الشجر. അല്ലാഹുവിനോട് മഴ വേണ്ട എന്ന് പറയരുത്. പടച്ചവനെ ഞങ്ങൾക്ക് ചുറ്റും മഴ കൊടുക്കണമേ എന്ന് പറയാം. അല്ലാഹു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പരിപാടി അല്ലാഹു ജയിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾക്ക് ചുറ്റും മലമുകളിലേക്കും കാടുകളിലേക്കും മഴ കൊടുക്കണമേ. അങ്ങനെ അതുവരൊക്കെ മഴ പെയ്യുമ്പോൾ നമുക്ക് വേണ്ട പടച്ചവനെ മഴ എന്ന് പറയരുത്, നിഅമത്ത് തട്ടിക്കളയരുത്. അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യുക. മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ തഫ്സീർ അത്ത്-തബരിയുടെ മുഅല്ലിഫും മുഫസ്സിറുമായ മഹാനവറുകൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ചരിത്രം എഴുതുകയല്ലേ? എത്ര ചരിത്രം എന്നറിയോ? മില്ലദുൻ ആദം ഇലാ യൗമിനാ ഹാദാ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നത്തെ കാലം വരെയുള്ള ചരിത്രം ഇബ്നു ജരീർ അത്ത്-തബരി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള ആ കാലഘട്ടം വരേക്കുമുള്ള ചരിത്രം നമുക്ക് എഴുതുകയല്ലേ? വിദ്യാർത്ഥികൾ പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. സാദ് പറഞ്ഞെന്നാൽ ഞങ്ങൾ എഴുതിക്കൊള്ളാം. എത്ര പേജ് കാണും? മഹാന്മാർ പറഞ്ഞു, ഫീ 30,000 വറഖ, 30,000 പേജുകളിൽ. ഇന്നത്തെ DTP കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ, മഷീൽ മുക്കിയിട്ട് എഴുതണ്ടേ. 30,000 പേജുകൾ എഴുതുമ്പോഴേക്കും മരിച്ചു പോവില്ലേ ഉസ്താദേ? നമുക്ക് പൂർത്തിയാക്കാൻ കഴിയോ? ഒന്ന് ചുരുക്കിക്കൂടെ? ഒന്ന് ബ്രീഫായിട്ട് എഴുതാം. എന്നാൽ നമുക്ക് ലോക ചരിത്രം
3000 വറഖ 3000 പേജുകളിൽ നമുക്ക് എഴുതാം. 30,000 കഴിയൂലേ? എന്നാ 3000-ൽ എഴുതാം. അത് റെഡിയാണ്. അങ്ങനെ 3000 പേജുകളിൽ ലോക ചരിത്രം എഴുതി മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി റളിയല്ലാഹു അൻഹു. ഇനി അതല്ല വിഷയം. അത് കഴിഞ്ഞു. 30,000-ൽ നിന്ന് 3000-മായി ബ്രീഫ് ചെയ്ത് ചരിത്രം എഴുതി. പിന്നെ ചോദിച്ചു, നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയാലോ? നിങ്ങൾ റെഡിയാണോ? നമ്മളെ കുട്ടികളൊക്കെ ഒരു പേജ് എഴുതുമ്പോഴേക്കും കൈ വഴിഞ്ഞു, ടീച്ചറെ ഇനി വെല്ലടിക്കാനായോ, വീട്ടിൽ പോവാനായോ? മടിയന്മാരാണ് അല്ലെ അധിക പേരും. 30,000 കൂടുതലല്ലേ? അന്നത്തെ ഒന്ന് ആലോചിക്കണം. മഷി കുത്തി ഒരു 2 അക്ഷരം എഴുതാൻ പറ്റൂ, പിന്നെ വീണ്ടും മഷി കുത്തണം പേനയിൽ. അങ്ങനത്തെ അന്നത്തെ കാലം. 3000 എഴുതിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ കലാം നമുക്കൊന്ന് വ്യാഖ്യാനിച്ചുകൂടെ, നമുക്കൊന്ന് തഫ്സീർ എഴുതിക്കൂടെ, ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാം. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഉസ്താദേ എത്ര പേജ് കാണും? 30,000 വറഖ, 30,000 പേജുകളിൽ. അല്ലാഹ്, കൂടുതലാണ് ഉസ്താദേ, ഒന്ന് ചുരുക്കുക, അല്പം ഡിസ്കൗണ്ട് വേണം. എന്നാ 3000 റെഡിയാണോ? റെഡി. 3000-ന് റെഡിയാണ്. അങ്ങനെയാണ് 3000 പേജുകളിൽ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയത് മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ അത്ത്-തബരി തങ്ങൾ. എന്നിട്ട് തന്റെ വിദ്യാർത്ഥികളോട് മഹാനവറുകൾ പറഞ്ഞു, മനോധൈര്യവും മനക്കരുത്തുമൊക്കെ മരിച്ചുപോയല്ലോ. എന്താ മക്കളെ നിങ്ങൾക്ക് മനക്കരുത്തില്ലല്ലോ? 30,000 പറഞ്ഞപ്പോഴേക്കും ആവില്ലെന്ന് പറയാണോ? മനക്കരുത്ത് മരിച്ചുപോയല്ലോ. 3000 എഴുതിയവരെ വേറൊരു 3000 എഴുതി 6000 പേജുകളിൽ തഫ്സീറും ലോക ചരിത്രവും എഴുതിയതിന്റെ ശേഷം മഹാനവറുകൾ പറഞ്ഞു, മക്കളെ നിങ്ങൾക്കൊന്നും മനോധൈര്യമില്ലല്ലോ, മനക്കരുത്തില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണേ? ഭക്ഷണം കഴിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, എഴുന്നേറ്റ് ഓടുന്നുണ്ട്, കല്യാണം, സൽക്കാരം, കുടിയിരിക്കല്, കുട്ടിന്റെ മുടിയളച്ചല്, പള്ള കാണല്, എന്തൊക്കെയോ പരിപാടികളല്ലേ. എങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കന്നെ, വേറെ ഒരു പരിപാടി കാര്യമായിട്ട് തല കൊടുക്കണ ഏർപ്പാടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെ ആയിട്ട് നമ്മൾ എന്താ തല കൊടുത്ത് ചിന്തിക്കണത്? ഒരു പുസ്തകം വായിച്ചാൽ പെണ്ണുങ്ങൾ അപ്പോൾ ഉറങ്ങുന്ന, അപ്പൊ ഉറക്കം വരാൻ ഉറക്കുകുളികയല്ല വേണ്ടത്, പുസ്തകം കൊടുത്താൽ മതി, അത് വായിച്ചാൽ അപ്പോൾ ഉറങ്ങുവരെ. അപ്പൊ എന്താ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം? എന്താ നമ്മുടെ വായനാശീലം എവിടെയാണ്? മഹാനായ അബുൽ വഫാ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കിതാബുൽ ഫുനൂൻ എന്ന് പറഞ്ഞ ലോക പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത്. കിതാബുൽ ഫുനൂൻ എത്രയെന്നറിയോ? 800 വോള്യം. 800 വോള്യമുള്ള ഗ്രന്ഥമാണ് കിതാബുൽ ഫുനൂൻ. ലോക എഴുത്തുകാരുടെ കണ്ണ് തള്ളിച്ച രംഗമാണിത്. 800 വോള്യം. നമ്മൾ വിചാരിക്കും ഒരു വോള്യം ആകെ 100 പേജായിരിക്കും. അല്ല, മിനിമം ഒരു വോള്യത്തിന് 600 പേജ് വേണം. 600 പേജ് ഉണ്ടാകുമ്പോഴേ അറബിയിൽ അതിന് ഒരു മുജല്ലദ് എന്ന് പറയൂ. അങ്ങനെ 800 വോള്യങ്ങളിൽ ഗ്രന്ഥം, ഒരൊറ്റ കിതാബ് മാത്രം, കിതാബുൽ ഫുനൂൻ എഴുതിയ മഹാനായ ഇബ്നു അഖീൽ അബുൽ വഫാ റഹ്മത്തുള്ളാഹി അലൈഹി. ആലോചിച്ചാൽ നമ്മൾ എന്താ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. യൗവനകാലമാണ് ഇതിനൊക്കെ അവർ ചെലവഴിച്ചത്. ഇമാമുന സഹീഹുൽ ബുഖാരിയുടെ മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ബുഖാരി ഇമാം 16 വർഷം എടുത്തിട്ടാണ് സഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയത്. 16 കൊല്ലത്തെ അധ്വാനം. 17ാമത്തെ വയസ്സിലാ തുടങ്ങുന്നത് ഹദീസിന്റെ ക്രോഡീകരണം. അങ്ങനെ 17 കൊല്ലം എടുത്ത അധ്വാനമാണ് നമ്മൾ സഹീഹുൽ ബുഖാരി എന്ന ഹദീസ് എടുത്തിട്ട് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ ഇമാമുന ബുഖാരി തങ്ങൾ. 5 വയസ്സുള്ളപ്പോ ഇമാമുന ബുഖാരി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. കണ്ണിന്റെ കാഴ്ച പോയി. നല്ല കുട്ടിയായിരുന്നു. 5 വയസ്സായപ്പോ കണ്ണിന്റെ കാഴ്ച പോയി. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാൻ തീരുമാനിച്ചു റബ്ബേ, എന്റെ കുഞ്ഞിന് കാഴ്ച കൊടുക്കണം, എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് വലിയൊരു ആലിമാക്കണം, എന്റെ കുഞ്ഞ് വളർന്നു വലുതായി വലിയൊരു പണ്ഡിതനായി വരണം റബ്ബേ, എന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നീ കൊടുക്കണമേ എന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടിയ മഹാനാണ് മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ. ഒരു ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന അനുഭവമാണ് ബുഖാരി ഇമാമിന്റേത്. കാഴ്ച പോയി, ഉമ്മയുടെ ദുആയാണ്. ഉമ്മ ദുആയിരുന്നു, അല്ലാഹു കൊടുത്തു. അങ്ങനെയാണ് ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഉപ്പായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ.
അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്, മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തദഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരായി ദുആ ചെയ്യരുത്. വലാ തദഉ അലാ അഹ്ലീകും, നിങ്ങളുടെ ഭാര്യ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്. വലാ തദഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവർക്കെതിരായി ദുആ ചെയ്തു പോവല്ലേ. വലാ തദഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരായും ദുആ ചെയ്യരുത്. നിങ്ങളുടെ സമ്പത്തിനെതിരായി, വീടിനെതിരായിട്ട് വാഹനം ബ്രേക്ക് ഡൗൺ ആയി, മൊബൈൽ വർക്ക് ചെയ്യണില്ല, ലക്ഷണം കെട്ട മൊബൈൽ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്ത് ചെയ്യാ? നിങ്ങളുടെ സമ്പത്തിനെതിരായി ദുആ ചെയ്യരുത്. ഞങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ. അന്നത്തെ മൃഗങ്ങൾ എങ്ങനെയാണ്? മൃഗങ്ങൾ വാഹനങ്ങളാണെന്ന്. വാഹനങ്ങൾക്കെതിരായും ദുആ ചെയ്യരുത്. ലിഅല്ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅ ലാ യുസ്അലു ഫീഹാ അതാഅൻ ഇല്ലാ അജാബ്. ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുന്നുവോ അത് അല്ലാഹു കൊടുത്തിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ മക്കൾ നിനക്കും നിന്റെ മുൻഗാമികൾക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവര് ലോകത്ത് നടന്ന് പ്രവർത്തിച്ചവരാണ്. നീ ഇരുന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നുള്ളൂ, നീ ഒന്നും ചെയ്യുന്നില്ല, വാട്സപ്പ് മെസ്സേജ് മാത്രം. അവർ അല്ലാഹുവിന് വേണ്ടി അധ്വാനിച്ചവരാണ്, നീ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലേ, നീ വർത്തമാനം പറഞ്ഞിരിക്കല്ലേ. അവരധ്വാനിച്ചവരാണ്. അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുത്ത ആളുകൾ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മുടെ യുവാക്കളോട് സംവദിക്കുന്ന പോലെ ഒരു വളരെ മനോഹരമായ സംഭവം. തന്റെ പ്രിയപ്പെട്ട മകൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ 1000 ദിർഹം ചെലവഴിച്ചിട്ട് ഒരു മോതിരം വാങ്ങിച്ചു എന്ന് കേട്ടു. 1000 ദിർഹമിന്, 1000 ദിർഹമിന് പോർഷായിട്ട് ജീവിക്കുക. അത് ഇന്നത്തെ യൗവനത്തിന്റെ ഒരു ട്രെൻഡാണ്, പോർഷായിട്ട് ജീവിക്കുക. അള്ളാഹുവിനെ ശുക്ർ ചെയ്യാതെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള പറയല്ലേ. നിബിധങ്ങൾ പറയുമായിരുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ മനുഷ്യന്മാരുടെ ചിന്ത രണ്ടേ രണ്ട് ചിന്തകളെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആകെ മനുഷ്യൻ ജീവിക്കുന്നത് 2 ആഗ്രഹങ്ങൾക്ക്. അങ്ങനത്തെ ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്നറിയോ? ഹമ്മുഹും വൽ ബത്നു വൽ ഫർജ്. ആകെയുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കുക, ആകെയുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കുക. ഒരു പുതിയ റെസ്റ്റോറന്റ് കോഴിക്കോട് തുറന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടി എടുത്ത് പോവാ, അല്ലെങ്കിൽ വടകര പുതിയ റെസ്റ്റോറന്റ് വന്നു, അല്ലെ ഇന്നൊരു പുതിയ വിഭവം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. MR നാട്ടിയതാണല്ലോ അല്ലേ? നല്ല MRI പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. നോമ്പുറക്കാൻ ഇവിടുന്ന് പെരിങ്ങത്തൂരിന്ന് MRIക്ക്, നോമ്പുറക്കാൻ വേണ്ടി മണ്ണാറക്കാട്ടുന്ന MRIക്ക് വന്ന ആളെ ഞാൻ അറിയാം. ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ആ ഹോട്ടലുകാരല്ല ആരൊക്കെ വന്നു ഈ കഴിഞ്ഞ റമദാനിൽ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഷൊർണൂരപ്പുറത്ത് വണ്ടി എടുത്ത് വന്നു, MRI പോയിട്ട് നോമ്പുറക്കാൻ. സുബ്ഹാനല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, നോമ്പുറക്കാൻ, നോമ്പൊറ്റവരാണ്. പക്ഷേ ആഗ്രഹം വെറും ഭക്ഷണം കഴിക്കുക, വൽ ഫർജു ഭോഗിക്കുക, ഭക്ഷിക്കുക. ഇത് രണ്ടും ചിന്തകൾ മനുഷ്യനെ പിരിമുറുക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി. ആകെ ആഗ്രഹം ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഭക്ഷണം വേറൊന്നുമില്ല. പിന്നെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുക. ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ചിന്ത വരാത്തൊരു കാലം, പേടിക്കേണ്ട കാലമാണെന്ന് റസൂലുള്ളാഹി. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകളല്ലല്ലോ കാണാം. നമ്മൾ പോകുന്ന റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ആകെ നോക്കൽ എന്താ? നല്ല റെസ്റ്റോറൻറ്റുകളുണ്ടോ, നല്ല വഴിയോരത്ത് ഫാമിലി സൗകര്യമുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടോ, നല്ല ഭക്ഷണം, നല്ല ജ്യൂസ്, നല്ല ചായൻ്റെ കടി കിട്ടുന്ന സ്ഥലം, നല്ല ചായ. ഇതൊക്കെ ഭയങ്കര ഹൈഫുലാകാരം. നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു റാഹത്തുള്ള പള്ളി ഉണ്ടോ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ബോർഡുകളും കാണില്ല. അതാ രസം. ആകെ തിന്നാനും വിളിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കുന്നത്. ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ, ഭോഗിക്കലും ഭക്ഷിക്കലും മാത്രം ചിന്തയായി നടക്കുന്ന കാലം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ 1000 ദിർഹമിന് ഒരു മോതിരം വാങ്ങിച്ചപ്പോഴാണ് സ്വന്തം മോന് കത്തെഴുതിയിട്ട്, വിദൂരത്തുണ്ടായിരുന്ന മോന് കത്തെഴുതി, ബഹുമാനപ്പെട്ടവർ, മോനെ ലഖദ് ബലഗനി,
എനിക്കറിയാൻ സാധിച്ചു. അന്നക ഇശ്തറൈത ഖാതമൻ ബി1000 ദിർഹം, 1000 ദിർഹമിന് ഒരു മോതിരം നീ വാങ്ങിച്ചു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഫഇൻ വസലക കിതാബി ഹാദാ, ഈ കത്ത് നിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫബിഉഹു, നീ അത് വിൽക്കണം. വതസദ്ദഖ് അലാ കുല്ലി ജാഇൻ ബിദിർഹമിൻ, വിശക്കുന്ന ഓരോരുത്തർക്കും 1 ദിർഹം വീതം നീ സ്വതക്ക കൊടുക്കണം. 1000 പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്ത് നിന്റെ 1000 ദിർഹം നീ എന്ത് ചെയ്യണം? അല്ലാഹുവിന് വേണ്ടി പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണം. വത്തഖിദ് ലക ഖാതമൻ ഗൈറ, വേറെ ഏതെങ്കിലും ഒരു ചെറിയ മോതിരം വേറെ വാങ്ങിക്കോ, എന്നിട്ട് അതിന്റെ മേൽ എഴുതിക്കോളൂ റഹിമല്ലാഹു റഅൻ ഖദറ നഫ്സി, റഹിമല്ലാഹു റഅൻ അറഫ ഖദറ നഫ്സിഹി, സ്വന്തത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യന് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് നീ അതിന് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കണം. മോതിരത്തം എഴുതി വെക്ക, റഹിമല്ലാഹു റഅൻ അറഫ ഖദറ നഫ്സി, സ്വന്തത്തെ കുറിച്ചൊരു അവബോധമുള്ള ഒരാൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നീ അതിന്മേൽ എഴുതി വെച്ചിട്ട് ഒരു ചെറിയ മോതിരം നീ ഉണ്ടാക്കിക്കോ. ഈ 1000 ദിർഹമിന്റെ മോതിരം മോന് വേണ്ട എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളിൽ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അവർക്ക് അച്ചടക്കം പഠിപ്പിക്കുകയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യൗവനത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക്, മഹാനായ ഉമർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മക്ക ഫതഹ് നടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉപ്പ ചെന്നു. അംർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നബി തങ്ങളുടെ അരികത്ത് നിന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ജിഅ്തുകും മിൻ ഇൻദി റസൂലില്ലാഹി ഹഖ്ഖാ, സത്യമായും അല്ലാഹുവിന്റെ ദൂതന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ആ നബി തങ്ങൾ പറഞ്ഞു, സ്വല്ലു സ്വലാത കദാ ഫീ ഹീനി കദാ, നിങ്ങൾ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന ഫർള് നിസ്കാരം നിർവഹിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇദാ ഹളറത്തിസ് സ്വലാഹ്, നിസ്കാരം ആസന്നമായാൽ ഫൽയുഅദ്ദിൻ അഹദുകും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കണമെന്നും നബി തങ്ങൾ പറഞ്ഞു. വല്യ ഉമ്മക്കും മഖറഉകും ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ശരിക്കും പഠിച്ച ആളുകൾ നിങ്ങളിൽ നിന്ന് ഇമാം നിൽക്കുകയും ചെയ്യണം. അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നോക്കുമ്പോൾ എന്നെക്കാളും ഖുർആൻ പഠിച്ച ഒരാളും ഞങ്ങളുടെ കുടുംബത്തിലോ തറവാട്ടിലോ ഇല്ല. എനിക്കന്ന് 7 വയസ്സാണ്. ഞങ്ങളുടെ നാട്ടിലൂടെ മുസ്ലിമീങ്ങളായ യാത്രാസംഘം കടന്നു പോകുമ്പോ ഞാൻ അവരോട് ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് കിട്ടിയ ഖുർആൻ എങ്ങനെയാണ്? എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരോ, ഒരായത്ത് പഠിപ്പിച്ചു തരോ? കച്ചവടക്കാരാണ് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. 7 വയസ്സിൽ നിന്നാണ് ഞാൻ ഖുർആൻ പഠിച്ചെടുക്കുന്നത്. അന്ന് ഞാൻ മുസ്ലിമല്ല. അമുസ്ലിമീങ്ങളായ എത്രയോ ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്. നിങ്ങൾ കാണാറില്ല ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ. അമുസ്ലിമീങ്ങളായ ആളുകൾ വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. സുബ്ഹാനല്ലാഹ്. മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അന്ന് കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടിയാ, മുസ്ലിം പോലും അല്ല, കുടുംബത്തിൽ ആരും മുസ്ലിം ആയിട്ടില്ല. പക്ഷെ അന്ന് ഖുർആൻ പഠിച്ചു. പിന്നെയാണ് ഇസ്ലാമിനെ പറ്റി അറിയുന്നത്. അങ്ങനെ എന്റെ കുടുംബത്തിൽ ഇമാം നിൽക്കാൻ പാകപ്പെട്ട ഒരാളായി ഞാനല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. ഞാനാണ് ഇമാം നിന്നത് എന്ന് മഹാനായ അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു. നമ്മൾ മദ്രസ പഠിക്കുമ്പോ അമ്മ ജുസു മുതൽ സൂറത്തുൻ നാസ് വരെ മുഴുവൻ ഹിഫ്ളാണ്. മദ്രസ വിട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ 5 സൂറത്ത് മറന്നു. SSLC കഴിയുമ്പോ പകുതിയും മറന്നു. പിന്നെ വല്ലുഹന്റെ താഴായി. പിന്നെ ഒരു 25-30 വയസ്സായപ്പോ ആകെ ഒരു ഖുൽ ഹുവല്ലാഹു മുതൽ ഖുൽ റബ്ബിൻ നാസ് വരെ കാര്യമായിട്ട് തെറ്റില്ലാതെ പേടിക്കാതെ ഓതാൻ പറ്റുള്ളൂ. ബാക്കി എന്ന് ചോദിച്ചാൽ പേടിച്ചു. മറന്നു. കൂട്ടത്തിൽ ഓരോരോ ജുസ് കൂടി പഠിച്ചു വരേണ്ടതിന് പകരം താഴേക്കാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. ആ ഇടക്കാണ് 7 വയസ്സുള്ള അംർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു സ്വന്തം തറവാട്ടിൽ ഇമാമു നിൽക്കാൻ പാകപ്പെട്ട ആളായി മാറിയത്. നമ്മുടെ മക്കളിൽ, നമ്മുടെ നാട്ടിൽ ദർസുകളുണ്ടല്ലോ. പെരിങ്ങത്തൂർ ദർസുണ്ടോ? നാട്ടിലെ കുട്ടികൾ എത്ര ആൾ പഠിക്കുന്നുണ്ട്? നാട്ടിലെ കുട്ടികളാണ് അധികം. മാഷാ അല്ലാഹ്. എന്നാ ഞാൻ ആ ഭാഗം തന്നെ പറയണില്ല. നാട്ടിലെ കുട്ടികളാ പഠിക്കേണ്ടത്. അൽഹംദുലില്ലാഹ്. സ്വദേശി കുട്ടികളുണ്ട്, വിദേശികളാ. വിദേശി എന്ന് പറഞ്ഞാൽ വിദേശ മഹലിൽ നിന്ന് വരുന്നവരെന്നല്ല ഉദ്ദേശമുള്ളൂ അല്ലേ? സ്വദേശി വിദേശി എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാം. ദർസിന്റെ കാര്യത്തിലൊക്കെ കേട്ടാൽ ചൈനയിൽ നിന്ന് പഠിക്കാൻ വരികയെന്ന് വിചാരിച്ചു. അല്ല, നമ്മൾ അടുത്ത മഹല്ലുകളിൽ നിന്ന്, അടുത്ത ജില്ലകളിൽ നിന്ന് ഒക്കെ വന്ന് പഠിക്കുന്ന മക്കൾ മാഷാ അല്ലാഹ്. നല്ല വ്യവസ്ഥാപിതമായ പള്ളി ദർസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ നാട്ടിലും പള്ളി ദർസിന്റെ ഒരു വെളിച്ചമുണ്ട്. മുതഅല്ലിമീങ്ങളൊക്കെ, ജമാഅത്തിനൊക്കെ മുതഅല്ലിമീങ്ങളുണ്ട്. ദുആക്ക് ഒരു മജ്ലിസിന് മുതഅല്ലിമീങ്ങളുണ്ട്. എന്തൊരു റാഹത്താണ്.
നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആലത്തൂർ പടിയിൽ ഒരു ദർസ് നടക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ വൈസിന്റെ 145 കുട്ടികൾ, അവിടുത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ സ്വലാത്തിന്റെ കിതാബ് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കൊരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമായ ദർസാണ്. 60 രൂപക്ക് എന്തോ ഒരു സ്വലാത്ത് ദിക്റിന്റെ ഒരു കിതാബ് ഇവിടെ കൗണ്ടറിൽ എവിടെയോ പുറത്തുണ്ട്. ഉണ്ടല്ലേ? അവിടെ ഉണ്ടോ? ഒക്കെ ഒരു കോപ്പിയെങ്കിലും വാങ്ങിയിട്ട് സ്വതക്ക കൊടുത്താൽ ആ കുട്ടികൾ അവിടെ ഒരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനിയും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി അവിടുത്തെ മുതഅല്ലിമീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 150 വിദ്യാർത്ഥികൾ അവിടെ പള്ളിയിൽ താമസിച്ച് പഠിക്കുക. മലപ്പുറം ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് വലത് ഭാഗത്ത് പണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാരുടെ മക്കൾ വരെ ആ ദർസിൽ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ദർസുകൾ നമ്മുടെ നാട്ടുകാരായ കുട്ടികൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തണം. മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു എന്ന വിചാരം, ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല. വളരെ ചെറിയ അറിവല്ലേ കിട്ടൂ, വീണ്ടും പഠിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബിമാർ വളരെ ചെറുപ്പത്തിലെ മുതഅല്ലിമീങ്ങളായി ഹബീബിൽ നിന്ന് ഇൽമു പഠിച്ചു വന്നവരാണ്. നബി തങ്ങളുടെ കൂടെ കാത്തിബുൽ വഹയായി നബി തങ്ങളുടെ സ്ക്രൈബായിട്ട് നബി തങ്ങളുടെ കൂടെ നിന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 13 വയസ്സുള്ള ബഹുമാനപ്പെട്ടവർ 13 വയസ്സുള്ളപ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, യാ നബി അല്ലാഹ്, യാ റസൂലല്ലാഹ്, ബദറിലേക്ക് ഞാൻ വരട്ടെയോ നബിയെ, ബദറിലേക്ക് ഞാൻ വരട്ടെയോ? ഞാൻ വരുന്ന നബിയെ, ബദറിലേക്ക് എന്നെയും കൂടെ കൂട്ടണം. തങ്ങൾ പറഞ്ഞു, സയ്യിദേ 13 വയസ്സല്ലേ ആയിട്ടുള്ളൂ സയ്യിദേ, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ വരണ്ട. തങ്ങൾ പറയാ, നിങ്ങൾ വരണ്ട സയ്യിദേ, ചെറിയ കുട്ടിയല്ലേ. ഒരാളെ ഒരെണ്ണമെങ്കിലും കൂടെ കൂട്ടാൻ 313 സ്വഹാബികളെയും കൊണ്ട് ബദറിലേക്ക് പോകുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോടൊപ്പം ഒരാളെ ഏറെ കിട്ടിയാൽ ആവശ്യമുണ്ട്. എന്നിട്ട് പോലും സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുടെ വയസ്സ് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, സയ്യിദേ നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾ വരരുത്. കണ്ണുനീര് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയത്, കരഞ്ഞാണ് തിരിച്ചുപോയത്. പക്ഷേ ഉമ്മ ഒരു നല്ല ഉമ്മയാണ്. എത്രയോ മക്കൾ നന്നാവുന്നത് ഉമ്മമാരെ കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മമാരുടെ പ്രോത്സാഹനമാണ് ഒരുപാട് മക്കൾ ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് എത്തിയത്, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എത്ര ദീനി സംരംഭങ്ങളുണ്ട്. അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ എന്റെ കുട്ടിക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല? ദർസുകള്, യതീംഖാനകള്, നമ്മുടെ നല്ല നല്ല അറബി കോളേജുകൾ, ഇവിടെ കടമേരി റഹ്മാനിയ, വളരെ വിദൂരത്തൊന്നും അടുത്തന്നെയല്ലേ കടമേരി റഹ്മാനിയ കോളേജ്. വാഫി കോഴ്സുകൾ കൊടുക്കുക. 10ാം ക്ലാസ് പാസ്സായ SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്ക് 8 കൊല്ലം ഇൽമും ദീനും ഡിഗ്രിയും PG കഴിഞ്ഞിട്ട് ഇറങ്ങാം. 8 കൊല്ലം. വഫിയകളുണ്ട് പെൺകുട്ടികൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് മാഷാ അല്ലാഹ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ SSLC കഴിഞ്ഞാൽ 5 കൊല്ലം അവർക്ക് +2ഉം ഡിഗ്രിയും കൊടുത്ത് ആലിമച്ചുകളായി പുറത്തിറങ്ങാൻ വഫിയ കോഴ്സുകൾ. ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ, ജാമിഅ നൂരിയ പട്ടിക്കാട്, നന്ദി ദാറുസ്സലാം തുടങ്ങി വളരെ പ്രബുദ്ധമായ പ്രഗത്ഭമായ ദീനിന്റെ സാത്വികർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ എമ്പാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്ന് നാളെ അള്ളാഹിനോട് പോയി പറയാൻ പറ്റൂല. അതുകൊണ്ട് 2 മക്കള് 3 മക്കളൊക്കെ ഉള്ളവര് ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളി. എല്ലാരും അള്ളാഹ്ക്ക് കൊടുക്കാനുള്ളതാ. ഒരാളെ നിങ്ങൾ ആലിമീങ്ങളാക്കി, ഒരാളെ ഹാഫിളാക്കി, ഒരു പെൺകുട്ടിയെ ആലിമച്ചാക്കി, ഹാഫിളത്താക്കി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതൊക്കെ വലിയ വെളിച്ചമല്ലേ? തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്ന സൗഭാഗ്യമല്ലയോ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കൾ ഉണ്ടാകുന്നത്? അവരിൽ ജനിക്കുന്ന മക്കൾ നല്ലവരായി മാറില്ലേ? തലമുറകൾക്ക് മാറ്റം വരുന്ന അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഉമ്മ ചോദിക്കുന്നത്, സയ്യിദേ എന്താ നിങ്ങൾ കരയുന്നത്? എന്തു പറ്റി? ഉമ്മ, എന്നെ ബദറിലേക്ക് നിബിധങ്ങൾ എടുത്തില്ല ഉമ്മ. ഞാൻ ചെറുപ്പമാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ഒരു കുട്ടിയുടെ പക്വത നമ്മൾ ആലോചിക്കണം. 13 വയസ്സുള്ള ഒരു മോന ഈ വർത്തമാനം പറയണത്. ഗൾഫിന്റെ വാപ്പ കൊണ്ടയില്ല എന്നല്ലേ ഈ പറയണത്. യുദ്ധത്തിലേക്ക് പോയപ്പോ എന്നെ കൊണ്ടുപോയില്ല നിബിധങ്ങൾ. ആ സങ്കടം പറയാം. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനല്ലേ ആവശ്യം. മോന് യുദ്ധമല്ലാതെ എന്തെല്ലാം വഴികളുണ്ട് മോനെ. മോന്റെ കയ്യെഴുത്ത് നല്ല കയ്യെഴുത്താണല്ലോ, നല്ല കയ്യെഴുത്തുണ്ടല്ലോ മോന്. ആ കയ്യെഴുത്ത് മോനങ്ങ് നന്നാക്കിയെടുത്താൽ മോന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വഹി എഴുതി കൊടുത്ത് നിബിധങ്ങളെ സഹായിച്ചുകൂടെ?
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ എഴുത്തുകാരനായി സൈദേ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയും. യുദ്ധത്തിനല്ലേ പോരാൻ പറ്റാത്തതുള്ളൂ, പ്രായം ചെറുപ്പായതുകൊണ്ട്. അതുകൊണ്ട് നബി തങ്ങൾക്ക് നിങ്ങളുടെ കൈയെഴുത്ത് കൊണ്ട് നബിയെ സഹായിക്കണം. അവിടെ മുതലാണ് സ്വന്തം മോനെ ഹബീബിന്റെ കൂടെ പറഞ്ഞയച്ച് നബി തങ്ങളുടെ വഹി എഴുതി വെക്കുന്ന സ്വഹാബിയായി കാത്തിബുൽ വഹിയായി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കയ്യെഴുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഇന്ത്യക്കാരായ കുട്ടികളൊക്കെ നല്ല കയ്യെഴുത്തുള്ളവരാണ്. പൊതുവെ പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നല്ല കയ്യെഴുത്ത് ഒരു നല്ലൊരു അടയാളമാണ്, ഒരു നല്ല സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യെഴുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ കയ്യെഴുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. നബിയെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ജാഹിലിയ കാലത്തെ ഒരു സഹോദരിയിൽ നിന്ന് കയ്യെഴുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാ നബി തങ്ങൾ വിവാഹം ചെയ്യുന്നത്. ആ കല്യാണത്തിന് ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി, ഉമർ തങ്ങളുടെ മോളാതിട്ടോ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബി തങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി, അന്ന് നിങ്ങൾക്ക് കയ്യെഴുത്ത് അറബി അക്ഷരമാല പഠിപ്പിച്ച ആ പെണ്ണിന്റെ അരികത്ത് തന്നെ പോയിട്ട് നിങ്ങളുടെ കയ്യെഴുത്തൊന്ന് നന്നാക്കിയെടുത്താൽ എന്താ, ഒന്ന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ ശേഷം സ്വന്തം ഭാര്യയെ കയ്യെഴുത്ത് പഠിക്കാൻ ഒരു പണ്ഡിതയുടെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചു. നമ്മുടെ മക്കൾ ചെല്ലുന്ന സ്ഥാപനങ്ങൾ നല്ല സ്ഥാപനങ്ങളായി വളരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളിലൂടെ നന്മ വളരണം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നന്മ തരട്ടെ, നന്മ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളോട് ഈ ഭാഷ പഠിക്കാൻ കഴിയോ? ആ രണ്ട് ഭാഷകൾ അല്ലാഹുവിന്റെ റസൂലിന് കത്ത് വരും. ആ കത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കാൻ ആള് വേണം. അതുകൊണ്ട് സയ്യിദേ നിങ്ങൾ ആ ഭാഷകൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ 16 ദിവസം കൊണ്ട് 2 ഭാഷകൾ പഠിച്ചെടുത്ത മഹാനാണ് നബിയുടെ സ്വഹാബിയായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന 13കാരൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടാവും കുട്ടികൾ. ഇതൊക്കെ മക്കൾ ചെയ്തു തന്നെയാണ്, നമുക്കും പറ്റൂതൊക്കെ. 13 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് 17 ദിവസം കൊണ്ട് 2 ഭാഷകൾ. ചില്ലറ കാര്യമാണ് അത്. 2 ഭാഷ പഠിക്കാന്ന് പറഞ്ഞാൽ അത് വെറും കൊളോക്കിയൽ ഭാഷയല്ല. നമ്മുടെ മലയാളികളൊക്കെ ഗൾഫിൽ ചെന്നിട്ട് അറബി സംസാരിക്കാറുണ്ട്. അറബികളോടൊക്കെ ഗ്രോസറിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ആളുകൾ, ഓർക്കും ആ അറബിയൊക്കെ തന്നെ തിരിയുള്ളൂ, എന്താണ് പറയുന്നത്. ഇവിടുന്ന് ഉസ്താദ്മാരൊക്കെ ഫാലയും സൊറഫും നെഹബൊക്കെ പഠിച്ച് ഇറാബൊക്കെ പഠിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്തായി പറയണത്, വദ്ദി സവി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർത്താനുണ്ട് അല്ലേ, ജി. അപ്പൊ ഇത് ആ ഭാഷയല്ല, എഴുത്തു ഭാഷ. അതിന്റെ ഗ്രാമർ അടക്കം എഴുത്തു ഭാഷ പഠിച്ചു സയ്യിദ് റളിയല്ലാഹു അൻഹു 17 ദിവസം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു 17 വയസ്സുള്ളപ്പോഴല്ലേ റോമക്കാരിലേക്ക് ഒരു സൈന്യത്തെ നബി തങ്ങൾ നിയോഗിക്കുന്നത്. 3000-ഓളം വരുന്ന സ്വഹാബികൾക്ക് നേതൃത്വം കൊടുക്കാൻ 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഉസാമ റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തിന്റെ കമാൻഡർ. ഉസാമ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുമോ? 17 വയസ്സുള്ള ഒരാൾ നേതാവ്, ബാക്കിൽ 60ഉം 70ഉം വയസ്സുള്ള ആളുകൾ. കാരണം ആ സൈന്യത്തിൽ പോവേണ്ട ആളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിലൊക്കെ ഈഗോ സമ്മതിക്കോ? പുതിയ ചെറുപ്പക്കാരായ ആളുകളെ രംഗത്ത് കൊണ്ടുവരാനും അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് ചില ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാനും ഒക്കെ പഴമക്കാർ ഒരൽപ്പം കൂടെ ശ്രദ്ധ കൊടുത്താൽ ഒരുപിടി നല്ല യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഞാൻ മരിക്കണവരെ ഞാൻ ഈ സ്ഥാനം വിട്ടുകൊടുക്കൂല, അങ്ങനെ പറയരുത്. നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലുമൊക്കെ തീർച്ചയായും ഇതുപോലെയുള്ള ഈഗോകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം, നിർബന്ധമാണ്. 17 വയസ്സുള്ളപ്പോ നബി തങ്ങൾ ബഹുമാനപ്പെട്ടവരെ തെരഞ്ഞെടുത്തു. അത്ഭുതമല്ല, നബി തങ്ങൾ വഫാത്തായല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൈന്യം പറഞ്ഞേക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വരുന്നത്. ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണത്. നബി തങ്ങളുടെ പ്രതിനിധിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് സക്കാത്ത് തരൂല എന്ന് പറഞ്ഞൊരു വിഭാഗം, ഒരു ഭാഗത്ത് നബി തങ്ങൾ വഫാത്തായില്ലേ, ഞങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണ്. തൊട്ടടുത്ത് നബി തങ്ങളുടെ വഫാത്തിന്റെ 3 മാസം മുമ്പോ
4 മാസം മുമ്പ് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ നബി തങ്ങളുടെ കാലശേഷം ഞങ്ങൾക്കിത് സാധ്യമല്ല എന്ന് പറഞ്ഞ് മുർത്തദ്ദീങ്ങളായി പോകുന്ന ഒരു വിഭാഗം. അതിനിടയിൽ ഇസ്ലാമിക സാമ്രാജ്യം ഒന്ന് ആടി ഉലയുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എത്ര ചെലവ് വന്നാലും ശരി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കാൻ തീരുമാനിച്ച ഈ സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കുക തന്നെ ചെയ്യും. ആരാ നേതാവ്? 17കാരനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. കറുത്ത നിറമായിരുന്നു, വളരെ കാണാൻ സുമുഖനൊന്നല്ല. പക്ഷേ ആ 17 വയസ്സിനുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അൽ ഫുറൂസിയ ഹോഴ്സ് റൈഡിംഗ് പഠിച്ചു, അൽ റിമായ ആർച്ചറി പഠിച്ചു, ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികൾ പഠിച്ചു, നേതൃപാടവം പഠിച്ചു, മാന്യമായി പെരുമാറാൻ പഠിച്ചു, സംസ്കാരം പഠിച്ചു. അതൊക്കെ പഠിച്ചപ്പോഴാണ് വയസ്സ് നോക്കാതെ ഉസാമ, നിങ്ങളാണ് നേതാവ്, നിങ്ങളാണ് മുമ്പിൽ നിൽക്കേണ്ടതെന്ന് ലോകത്തിന്റെ ഒരു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിനെ ഏൽപ്പിക്കുകയാണ്. ആരാ കൂടെ പിന്നിൽ നിൽക്കേണ്ടത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിൽ പോവേണ്ട ആളാണ്. ആ സൈന്യം സിദ്ദീഖ് തങ്ങൾ അയക്കാനിരിക്കുന്നു. ചില സ്വഹാബികൾക്കൊക്കെ അല്പം മുറുമുറുപ്പുണ്ടായി. സിദ്ദീഖെന്നവരെ ഈ സമയത്ത് തന്നെ വേണോ? നമ്മൾ ഒരല്പം വിഷമത്തിലല്ലേ? ഇസ്ലാമിക ലോകത്ത് പ്രയാസമുണ്ടല്ലോ, സൈന്യത്തിന് സഹായമായി പൈസ പോലില്ലല്ലോ. എന്ത് തന്നെ സംഭവിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ മുന്നിട്ട് നടപ്പാക്കിയ ഒരു വിഷയം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് 60 കഴിഞ്ഞ് 61കാരനായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ശപഥം ചെയ്തു. ആ സൈന്യം പുറപ്പെടുകയാണ്, മദീനയിൽ നിന്ന് പുറപ്പെടുന്നു. ഒട്ടകപ്പുറത്ത് നിൽക്കുന്നത് 17കാരനായ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥയിൽ ഒരു കോളേജ് കുമാരൻ, കോളേജിലൊക്കെ കയറുന്ന പ്രായതല്ലേ, 17 വയസ്സ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായക്കാരൻ. പിന്നിൽ വരുന്ന 3000 സ്വഹാബിമാരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളിൽ പ്രായമുള്ള എല്ലാവരും ആ സൈന്യത്തിൽ പോവേണ്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. അപ്പോഴാണ് ഉമർ എന്നവരെ മദീനയിൽ തന്നെ എനിക്ക് വിട്ടുതരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അപേക്ഷിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട്. ശരിക്കും മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും മാതൃകയാണ് നമ്മളീ പറയുന്നത്. നേതൃപാടവും അതുപോലെ തന്നെ വ്യക്തിത്വവും നല്ല പേഴ്സണാലിറ്റിയും കഴിവുമുള്ള ആളുകൾ ഈ സമൂഹത്തിൽ എമ്പാടുമുണ്ട്. ചെറുപ്പക്കാർ, അവരൊക്കെ രംഗത്ത് കൊണ്ടുവരണം. നമ്മുടെ പള്ളി കമ്മിറ്റികൾ, നമ്മുടെ മദ്രസ ഭാരവാഹിത്വം, നമ്മുടെ സംഘടന ഭാരവാഹിത്വങ്ങളിലൊക്കെയും അത്തരക്കാരായ ആളുകൾക്ക് നമ്മൾ അവരുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് അവസരം കൊടുക്കണം. അപ്പോഴാണ് അടുത്ത ഒരു തലമുറയെ നയിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൺമുമ്പിൽ വളർന്നു വരുന്നത് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കാതെ മരുഭൂമിയിൽ മണ്ണിലൂടെ ഇങ്ങനെ നടന്നു ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു മീതെ, സിദ്ദീഖ് തങ്ങൾ താഴെ, സൈന്യം 3000 ആളുകൾ ബാക്കില്. ഉസാമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ചെറുപ്പക്കാർ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അങ്ങ് ഈഗോ ഡ്രിവൻ ആകരുത്, അഹങ്കാരം കൊണ്ട് നടക്കുകയും ചെയ്യരുത്. മുതിർന്നവരെ ബഹുമാനിക്കണം, പ്രായമുള്ള ആളുകളുടെ ഉപദേശങ്ങൾ തേടണം, അവരെ ആദരിക്കണം. കഴിവുണ്ടെന്ന് വിചാരിച്ച് അഹങ്കരിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹു. പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ സമയമായിട്ടില്ല, യാ ഖലീഫത റസൂലില്ലാഹ്. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതലാണ്. സിദ്ദീഖ് തങ്ങളെ വിളിക്കാറ് യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ഇമ്മാ അൻ തർകബ വ അൻസില, സിദ്ദീഖ് എന്നവരെ, ഒന്നുകിൽ നിങ്ങൾ കയറണം, ഞാൻ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും നടക്കണം, ഞാൻ മീതയും നിങ്ങൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചും. പറ്റില്ല സിദ്ദീഖ് എന്നവരെ, പറ്റില്ല എന്ന് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസാമ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു പോകാം, ഒരിക്കലും എനിക്ക് വിഷമമില്ല. അല്ലാഹുവിന്റെ വഴിയിൽ എന്റെ കാലിൽ ഒരൽപ്പം മണ്ണ് തട്ടിയാൽ എന്ത് കുറവാണ് സിദ്ദീഖിന് വരാൻ പോകുന്നത്, അതുകൊണ്ട് എന്റെ കാലിന് മണ്ണായിക്കോട്ടെ. ഉസാമ അവിടെ തന്നെ നിൽക്കും, നിങ്ങളാണ് നേതാവ്. ഉസാമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 3000 ആളുകളെ നിങ്ങൾ റോമിലേക്ക്, തുർക്കിയിലേക്ക് കൊണ്ടുപോകുമ്പോ അക്കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂടെ മദീനയിൽ എന്നെ സഹായിക്കാൻ നിങ്ങളൊരു സമ്മതം തന്നാൽ നിങ്ങളൊന്ന് വിട്ടുതരുമോ? എന്റെ മുഅ്മിനെ, ഇതാണ് ഇസ്ലാം.
സിദ്ദീഖ് തങ്ങൾ അപേക്ഷിക്കാൻ ആരോട്? 17കാരനായ ഉസാമ തങ്ങളോട്, ഉസാമ നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ സൈന്യത്തിൽ വരേണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ എന്നെ സഹായിക്കാൻ ഞാൻ ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. എന്നെ സഹായിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ മദീനയിൽ നിർത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. സമ്മതമാണെങ്കിൽ ഉമർ എന്നവർ എന്റെ കൂടെ നിന്നോട്ടെ. മദീനയിലെ ചില കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് ഉമർ എന്നവരെ വേണം. ഉസാമ സമ്മതം തരുമോ? അതാണ് നേതൃത്വം. അതാണ് നേതൃത്വം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയല്ലേ ചോദിക്കേണ്ടതുണ്ടോ? ഉസാമ ഉമർ എന്റെ കൂടെ നിൽക്കുന്നു, നിങ്ങൾ പോയിക്കോ, ഇത് പറഞ്ഞാൽ വല്ല തെറ്റുണ്ടോ ഇവിടെ? എന്നിട്ട് പോലും നേതൃത്വത്തോട് ചോദിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ മുതിർന്നവരോട് ചോദിക്കുകയും ഉമ്മത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസാമ തങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മഹാനായ ഖലീഫത്ത് റസൂലില്ലാഹ് സിദ്ദീഖ് എന്നവരെ ഒരു വിരോധവുമില്ല, ഉമർ തങ്ങളെ നിങ്ങൾ വെച്ചോളൂ. എന്തിനാണെന്നറിയോ? മദീനയുടെ ജഡ്ജായി ഉമർ തങ്ങളെ നിയമിച്ചിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ കൊല്ലം മദീനയുടെ ഖാലിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. പിറ്റത്തെ കൊല്ലം രാജിക്കത്ത് കൊടുത്തു. എന്റെ കുഴപ്പമെന്നറിയോ? എന്നെ അധ്യക്ഷനായിട്ട് വിളിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വീകരണം തന്നില്ല, അതൊന്നല്ല വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു രാജിക്കത്ത് കൊടുക്കാൻ രാജിക്കത്ത് കൊടുത്തപ്പോ സിദ്ദീഖ് എന്നവർ ചോദിച്ചു, ഉമറേ അമിൻ മശഖത്തിൽ ഖളാഇ ഹാദാ യാ ഉമർ, ഉമറേ ഈ വിധി പറയുക, ജഡ്ജാവുക, അതുപോലെ തർക്കങ്ങൾ തീർക്കുക എന്നതൊക്കെ പ്രയാസമായതുകൊണ്ടാണോ നിങ്ങൾ രാജിക്കത്ത് നൽകിയത്? അല്ല അമീറുൽ മുഅ്മിനീൻ യാ ഖലീഫത റസൂലില്ലാഹ്, മറ്റൊന്നുകൊണ്ടുമല്ല. ഒരു വർഷമായി ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ ലം യഖ്തസിം ഇലയ്യ ഇത്നാൻ, രണ്ടാളുകൾ പോലും എന്നോട് തർക്കിച്ചിട്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് എന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. കേസില്ല വക്കീൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന പോലെ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു കേസ് പോലും വന്നില്ല. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൊല്ലത്തിനിടക്ക് ലം യഖ്തസിം ഇലൈഹി ഇത്നാൻ, രണ്ടാൾ പോലും തർക്കിച്ചു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ സ്ഥാനം? എന്തിനാണ് ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് ഇതിനൊരു വകമാറ്റൽ? എന്തിനാണ്? ഇവിടെ കോടതിയുടെ ആവശ്യമില്ല. കുല്ലുൻ അറഫ ഹഖ, ഓരോരുത്തരും അവനവന്റെ ഹക്ക് മനസ്സിലാക്കി, അതുകൊണ്ട് ആരുടെയും ഹക്ക് പിടിച്ചു പറിച്ചില്ല. വകുല്ലുൻ അലിമ വാജിബ, ഓരോരുത്തർക്കും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അറിഞ്ഞു. ഫലം യുഖസ്സിറു ഫീ, അത് കൃത്യമായി അവരൊക്കെ കൊണ്ടു നടന്നു. ഇവിടെ പ്രശ്നമില്ല സിദ്ദീഖ് എന്നവരെ, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ പ്രശ്നങ്ങളില്ല, പിന്നെ എന്തിന് കോടതി വേണം? അതുകൊണ്ട് ജഡ്ജി സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു വല്ലാത്ത ലോകല്ലേ! രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചൊരു കേസ് വന്നിട്ടില്ല. നമ്മുടെ കുടുംബ കോടതികളിൽ തിക്കും തിരക്കാണ്, ഇരിക്കാൻ സ്ഥലമില്ല. ഒരു തൊലാക്ക് പ്ലീസ്, ഒരു തൊലാക്ക് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനോട് ഒന്ന് ഒഴിവാക്കി തരുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫസ്ഖ് പ്ലീസ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം ശിഥിലമായ വക്കീലുമാരൊരു ഭാഗത്ത്, പെണ്ണൊരു ഭാഗത്ത്, പുരുഷനൊരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, ശിഥിലമായ കാഴ്ചകൾ നമ്മൾ എമ്പാടും കാണുകയാണ്. എന്നാണ് ഈ ഉമ്മത്തിന് മോചനം ഉണ്ടാവുക? അല്ലാഹു അഅലം. വല്ലാത്ത സങ്കടമുണ്ടതില്. നമ്മുടെ മെഹ്റാബുകളിൽ നിന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം, നമ്മുടെ ആലിമീങ്ങളുടെ മുമ്പിൽ, സാദാത്യങ്ങളുടെ മുമ്പിൽ ഇരുന്ന് അച്ചടക്കത്തോടെ അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങി റബ്ബിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉത്ബോധിപ്പിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളാണ് കോടതി വരാന്തകളിലൂടെ നഷ്ടപരിഹാരം ഇത്ര വേണം അത്ര വേണമെന്ന് പറഞ്ഞ് പരാതിയുമായി നമ്മൾ നെട്ടോട്ടമോടുന്നത്. മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ ഭരണം നടത്തുന്ന ഈ ലോകത്ത് പ്രശ്നക്കാരില്ല, കേസുകളില്ല, കോടതിക്ക് പണിയില്ല, പിന്നെ എന്തിന് ഞാൻ ശമ്പളം മേടിക്കണം? അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് ഒന്നാമത്തെ കൊല്ലം രാജി കൊടുത്തു. മഹാനായ അമീറുൽ മുഅ്മിനീനായി പിന്നീട് വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മദീനയിൽ നിന്നത് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതപ്രകാരമാണ്. അവർ കൊടുത്ത സമ്മതപ്രകാരമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
യൗവനം അല്ലാഹുവിന് വേണ്ടി പക്വതയോടെ നന്നായിട്ട് പഠിക്കുകയും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സത്യസന്ധമായി ജോലി എടുക്കുകയും ജീവിതത്തിന്റെ പല വ്യവഹാരങ്ങൾ ഇടപെടുമ്പോൾ സത്യസന്ധമായി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നല്ല മക്കൾ, നല്ല ഒരു യുവതലമുറ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഉസീകും ബിശ്ശബാബി ഖൈറാ, എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഇസ്ലാമിന്റെ ഉപദേശം ഇതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം നിങ്ങളുടെ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്, നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. പെൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാരികൾ, ആൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനത്തെവരാണ്, അങ്ങനെയാണ് അല്ലാഹു മലക്കുകളും നിങ്ങളെ വിധി എഴുതുന്നത്. നിങ്ങളുടെ കൂട്ടുകാര് മോശാണോ, നിങ്ങൾ മോശാണെന്നാണ്. ചിലർ പറയും എന്റെ കൂട്ടുകാരെ കള്ളുടിക്കും, ഞാൻ കുടിക്കാറില്ല. അങ്ങനത്തെ ഒരു കൂട്ടുകാരെ കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെവരെ ഫ്രണ്ട്സായിട്ട് കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ. ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ആരെയാണ് ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്ന്, ആരെയാണ് കൂട്ടുകാരായി സ്വീകരിക്കേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിച്ച് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടേ നിങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാവൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിളിച്ചു വന്നപ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യങ്ങൾ ഉണ്ടായത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്യ പെണ്ണുങ്ങളുമായി ഉണ്ടായ ബന്ധമാണ് സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ചതിന് ശേഷം പോലും ഒരു സംതൃപ്തമായ ജീവിതം കിട്ടാതിരിക്കാൻ കാരണമായത്. പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ചെറുക്കനുമായുള്ള പ്രേമമാണ് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന, തനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിരുന്ന് തന്നെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനോട് സ്വന്തം മനസ്സ് കൊടുക്കാൻ കഴിയാതെ മനസ്സിലെപ്പോഴും മറ്റേതെങ്കിലും ഒരുത്തനെ പഠിക്കുന്ന കാലത്തോ കോളേജിലോ മറ്റോ പ്രേമം മണപൊട്ടിയപ്പോൾ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പിനുണ്ടായിരുന്ന സുഹൃത്തിനെ വിവാഹത്തിന് ശേഷം ഹലാലായ ഒരു ഭർത്താവിനെ അള്ളാഹു നൽകിയതിന് ശേഷവും ആ ഭർത്താവിന് മനസ്സ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കടപ്പാട് തിരിച്ചു കൊടുക്കാനും കഴിയാതെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുന്നത് ഹറാമിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ വഴിമാറിപ്പോയപ്പോഴാണ്. അല്ലേ എന്ന് നിങ്ങൾ പറയണം. എന്താ സംഭവിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷവും വിവാഹത്തിന്റെ ശേഷവും തന്റെ ബോയ്ഫ്രണ്ടിനോടും ഗേൾഫ്രണ്ടിനോടും നിരന്തരമായ ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെ ഇസ്ലാം വിവാഹത്തിന്റെ മുമ്പും ശേഷവും ഒന്നും അനുവദിച്ചിട്ടില്ലാത്ത ഈ സംഗതി അല്ലാഹു ഹലാലായ അവൻ അനുവദിക്കുന്ന പൊരുത്തമുള്ള ഒരു മാർഗത്തിൽ ഒരു കുടുംബജീവിതം നൽകിയതിന് ശേഷവും ഈ ധിക്കാരം കാണിക്കേണ്ടതുണ്ടോ? ഈ അനീതി നമ്മൾ കാണിക്കേണ്ടതാണോ? ഈ ഉൾമ നമ്മൾ കാണിക്കേണ്ടതാണോ? കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ തിന്മകളും മറക്കുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് ഒരു നല്ല നാളിനെ കുറിച്ച് പ്രതീക്ഷയോടുകൂടെ തന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയോടൊപ്പം, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളാണ് വഴിയാധാരമായി പോകുന്നത്, തകർന്നു പോകുന്നത്. അതുകൊണ്ട് ആരുടെ കൂടെയാണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്? ഇത് നിങ്ങൾ ആലോചിക്കണം. ഇത് നിങ്ങളുടെ ആഖിറവും ദുനിയാവും നിർണയിക്കുന്ന വിഷയമാണ്.